ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, ടിവി, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും ഇന്ത്യയുടെ 14ാമത്തെ പ്രധാനമന്ത്രിയും ശാസ്ത്രജ്ഞനും ചിന്തകനും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ദിശാബോധം നൽകുകയും ചെയ്ത ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം നടത്തി. മണ്ഡലം പ്രസിഡന്റ് മോഹൻ പാറത്തോടി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ശിവൻ വീട്ടിക്കുന്ന് അനുശോചന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കെ സജീവ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസിന്റെ ബ്ലോക്ക് മണ്ഡലം നേതാക്കളായ എം അയ്യാവു, എം കെ അബ്ദുറഹ്മാൻ, വി നിഷമോൾ, ബി കോമളം, എ യു അബ്ദുറഹ്മാൻ, ആർ രാഹുൽ, ഉണ്ണികൃഷ്ണൻ കടമ്പാട്ട്, എ കെ മഹേഷ്, പി പി കൃഷ്ണരാജ്, പി കെ രമേശൻ, സജീവ് വി പി, കെ വി വിജയകുമാർ, വെങ്കിടേഷ്, പി കെ പ്രകാശൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തൊഴിൽ ചെയ്യുന്നതിനുള്ള പ്രതിഫലമായി തൊഴിലുറപ്പിലൂടെ അവർക്ക് പൈസ നൽകുകയും ചെയ്തുകൊണ്ട് അവരുടെ ഗ്രാമീണ മേഖലകളിലെ വീടുകളിലെ സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തി. ആ ഉറപ്പുവരുത്തുന്നതിലൂടെ സംഭവിക്കുന്നത് സ്ത്രീകളുടെ അവരുടെ ആവശ്യങ്ങൾ അത് നിരന്തരം വർദ്ധിക്കും. അത് പാത്രങ്ങളായാലും ശരി, അത് മിക്സി ആയാലും ശരി, ഗ്രൈൻഡർ ആയാലും, ഫ്രിഡ്ജ് ആയാലും ശരി, സാരി ആയാലും ശരി, വസ്ത്രങ്ങളായാലും സ്വർണമായാലും ഒക്കെ അവരുടെ ആവശ്യങ്ങൾ, പൈസ കയ്യിൽ വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ വർദ്ധിക്കും. അപ്പോൾ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആവശ്യമായി വരുമ്പോൾ രാജ്യത്തെ വ്യവസായം പുഷ്ടിപ്പെടും. രാജ്യത്തെ വ്യവസായം പുഷ്ടിപ്പെടുമ്പോൾ സർക്കാരിന് റവന്യൂ ലഭിക്കും. അങ്ങനെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ ഉള്ള പദ്ധതിയായി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ആ കണ്ടുപിടുത്തം നടത്തിയ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ആ ശ്രേഷ്ഠമായിട്ടുള്ള പദ്ധതി തന്നെയാണ് ഞാൻ പറഞ്ഞത്. ശങ്കരാചാര്യരുടെ അദ്ദേഹത്തിന്റെ ശിരസ് ആകാശത്തോളം മുട്ടി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പാദങ്ങൾ ഭൂമിയിലായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രധാനമന്ത്രി പദത്തിൽ ഏറ്റവും വളരെ നല്ല രീതിയിൽ ശോഭിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള നമ്മുടെ ഒരു അതികായനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2004 മുതൽ 2009 വരെയും 2009 മുതൽ 2014 വരെയും അങ്ങനെ തുടർച്ചയായി ഇന്ത്യ രാജ്യത്തെ 10 വർഷക്കാലം ഇന്ത്യ ഭരിച്ച മികവുറ്റ കഴിവുറ്റ ഒരു പ്രധാനമന്ത്രിയായി ശ്രീ മൻമോഹൻ സിംഗിനെ ചരിത്രത്തിൻ്റെ താളുകളിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ അല്ലെങ്കിൽ യശസ് ഉയർത്തിയ ഇത്രത്തോളം ഇന്ത്യ ഭരിച്ചിരുന്ന മുൻ പ്രധാനമന്ത്രിമാരിൽ നിന്നും വളരെ മികച്ച രീതിയിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാടുള്ള ഒരു പ്രധാനമന്ത്രിയായി ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രീ മൻമോഹൻ സിംഗ് കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷങ്ങളിലൂടെയായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം. CCV ന്യൂസ്, കൊണ്ടാഴി.